ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ദേശീയ ചിഹ്നങ്ങൾ എന്ന 10th പ്രിലിംസിൻ്റെ ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്കിലെ 10 മാർക്കിനുള്ള മേഖലയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് നോക്കേണ്ടത്? നമുക്ക് നോക്കാം. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നമ്മൾ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ദേശീയ പക്ഷിയിലേക്കാണ് വരുന്നത്. ദേശീയ പക്ഷി ഏതാണ്? മയിലാണല്ലേ. നമുക്കറിയാം ദേശീയ പക്ഷിയാണ് ദേ കാണുന്ന മയിലാണ്. ഓക്കെ, മയിലിന്റെ ശാസ്ത്രീയ നാമം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പാവ മയിലാണ്. പാവമാണല്ലേ, മയിൽ എന്ന് പറയുന്ന ജീവി ഒരു പാവമാണെന്ന് ഓർക്കുക. പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. ഓക്കെ, ഭയങ്കര സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന മയിലാണ്. കണ്ടിട്ടില്ലേ, ഇങ്ങനെ വിടർത്തി വരും, നല്ല സ്റ്റാറ്റസ് ആണ്. പാവോ ക്രിസ്റ്റാറ്റസ്, പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യ്. മയിലിന്റെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കണേണ്. 63 63 ഫെബ്രുവരി 1. ഓക്കെ, ആ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓർക്കാൻ എളുപ്പമാണ്. നോക്കിയേ, മയിൽ എന്ന് എഴുതുമ്പോൾ 3 അക്ഷരമാണ്. 63 ആണ്. 1963 ആണ്. 1963 ഫെബ്രുവരി 1 പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് ശാസ്ത്രീയ നാമം. ഓക്കെ, ഇന്ത്യയെ കൂടാതെ മയിൽ ദേശീയ പക്ഷിയായ രാജ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യ മാത്രമല്ല, ഞാൻ മാത്രമല്ല, അവരും കൂടെ ഉണ്ടായിരുന്നെന്ന് ഓർത്ത് വെച്ചേക്കുക. ആരാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണല്ലേ, കോങ്കോ. ഓക്കെ, കോങ്കോയാണ്. അപ്പോ ഇന്ത്യയോടൊപ്പം ദേശീയ പക്ഷിയായിട്ട് പാവോ ക്രിസ്റ്റാറ്റസ് എന്ന മയിൽ കൂടി ഉള്ളത് നമ്മുടെ റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന രാജ്യത്തിന് കൂടിയാണ്. അപ്പൊ ഇനി എന്താ പറയുന്നത് ഇവിടെ? എക്സ്ട്രാ എന്താ നമുക്ക് പറയാനുള്ളത്? മയിലുകളുടെ സംരക്ഷണത്തിനായി രൂപവൽക്കരിച്ച പക്ഷി സങ്കേതം എന്ന് ചോദിക്കാറുണ്ട് എക്സാമിന്. നമ്മുടെ PSC എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ. അപ്പൊ മയിലിന്റെ ആ ഒരു പീലി വിടർത്തുമ്പോൾ ചൂല് പോലെ ഇരിക്കുന്നല്ലേ, ചൂലന്നൂരാണല്ലേ, ചൂലന്നൂരാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നുകൂടി അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ചൂലന്നൂർ പക്ഷി സങ്കേതം അല്ലെങ്കിൽ KK നീലകണ്ഠൻ പക്ഷി സങ്കേതം മയിലുകളുടെ എന്താണ് സംരക്ഷണത്തിനായി രൂപവൽക്കരിച്ച പക്ഷി സങ്കേതമാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല 2007 അപ്പോ പാലക്കാട്, ചൂലന്നൂര് 2007. ഇന്ത്യയുടെ പക്ഷി മനുഷ്യനായ ആരാണ്? ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ സാലിം അലി ആണല്ലേ. ഡോക്ടർ സലിം അലി അല്ലെങ്കിൽ സാലിം അലിയാണ്. ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന പക്ഷിയെയാണ്. അപ്പൊ ശ്രദ്ധിച്ചേടാ. ഓക്കെ, നിലവില് ദേശീയ പക്ഷി മയിലാണ്. 1963 ഫെബ്രുവരി 1 ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്ന് പഠിച്ചു. ഇന്ത്യയെ കൂടാതെ റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ഉണ്ട് എന്ന് മനസ്സിലായി. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള പക്ഷി സങ്കേതം ചൂലന്നൂരാണ്. അല്ലെങ്കിൽ KK നീലകണ്ഠൻ പക്ഷി സങ്കേതം പാലക്കാട് ജില്ല 2007. എന്നാൽ ഇന്ത്യയുടെ പക്ഷി മനുഷ്യനായ സാലിം അലി ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ആരെയാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന പക്ഷിയെയാണ്. വ്യക്തമായിട്ട് പഠിക്കുക, ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചേ. അടുത്ത ആരാണ് അവിടെ കിടക്കുന്നത്? ഓക്കെ, വളരെ റോയൽ ലുക്കിൽ ഒരാൾ കിടപ്പുണ്ട്. ആരാണ് ആ റോയൽ ലുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു പൂച്ചയാണല്ലേ. പൂച്ചയുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാളാണ്. ആരാണ് അയാൾ? റോയൽ ബംഗാൾ കടുവയാണ്. ദേശീയ മൃഗമാണ്. ഓക്കെ, പാന്തേറ ടൈഗ്രീസ്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിക്കാറുണ്ടല്ലേ. ടൈഗർ, ടൈഗ്രസ്, ലയൺ, ലയണസ്. ഓക്കെ, അതുപോലെ പാന്തേറ ടൈഗ്രീസ് എന്നറിയപ്പെടുന്ന ആരാണ്? റോയൽ ബംഗാൾ കടുവ. അപ്പൊ നിങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ച വർഷം 1972. 1972 എന്ന് ഓർക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കടുവയ്ക്ക് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നു തമാശയല്ല, ആയ കാലത്ത് എന്തായിരുന്നു? സിംഹം, സടകുടഞ്ഞ സിംഹമായിരുന്നു. ഇപ്പൊ എന്തായി? പ്രായമായി, റിട്ടയർ ആയി പോയെന്ന് ഓർക്കുക. 52 മുതൽ 72 വരെ ഏതാണ്ട് ഒരു 20 വർഷക്കാലം, 20-21 വർഷക്കാലം എന്ത് ചെയ്തു? സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. പക്ഷെ 72 ആയപ്പോഴത്തേക്കും നമ്മൾ റോയൽ ബംഗാൾ കടുവ എന്ന പാന്തേറ ടൈഗ്രീസിനെ കൊണ്ടുവരികയാണ്. ഇനി നോക്കിയേ, എക്സാമിന് ചോദിച്ച സാധനം ഇതാണ്, പ്രോജക്റ്റ് ടൈഗർ. ഇങ്ങനെ നോക്കിക്കോണേ. 1972
1973 ഏപ്രിൽ 1-ാം തീയതി. എടാ 1972 ബംഗാൾ കടുവ എന്താവുന്നത്? ദേശീയ മൃഗമാവുന്നത്. എന്നാൽ എന്താണ് പ്രോജക്റ്റ് ടൈഗർ വരുന്നത് എപ്പോഴാണ്? പ്രോജക്റ്റ് ടൈഗർ 73 ഏപ്രിൽ 1-ാം തീയതിയാണ്. ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടക്ക് ഇങ്ങനെയാണ് ചോദിച്ചത്. 2023 പ്രോജക്റ്റ് ടൈഗറിന്റെ എത്രാം വാർഷികം ആഘോഷിച്ചു കാണും? 50-ാം വാർഷികം ആഘോഷിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. റോയൽ ബംഗാൾ കടുവ ദേശീയ മൃഗമായിട്ടുള്ള ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. ഈ ക്രിക്കറ്റ് ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ സ്റ്റേഡിയത്തിൽ ഫാൻസ് വരുമ്പോൾ അവരുടെ പതാകയിൽ, അല്ല പതാകയല്ല, അവരുടെ ആരാധകർ ഈ കടുവയുടെയൊക്കെ ചിത്രങ്ങളുമായിട്ടൊക്കെ വരുന്നതും, അതുപോലെ നമ്മൾ പൊതുവെ ക്രിക്കറ്റിൽ ഓരോ വിളിപ്പേരുകൾ ഉണ്ടല്ലേ, അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിലെ കടുവകൾ എന്നൊക്കെ വിളിക്കാറുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗവും റോയൽ ബംഗാൾ കടുവയാണ്. ഇനി അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29-നാണ്. അപ്പൊ രണ്ടും പഠിച്ചു വെക്കണേ. അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ 29. ജൂലൈ 29 ഇനി കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് ആണല്ലേ. ഇപ്പൊ ഏറ്റവും കൂടുതൽ കടുവകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ നിരന്തരം കണക്കുകളൊക്കെ പുറത്തുവിടാറുണ്ട്. മധ്യപ്രദേശിലാണ് കടുവകൾ കൂടുതലുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാകയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാകയിൽ കാണപ്പെടുന്ന മൃഗം കടുവയാണല്ലേ. കടുവ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാകയിൽ കടുവയെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് കൃത്യമായിട്ട് റിവൈസ് ചെയ്തു പോവുക. കടുവയെ പറ്റിയാണ് പറഞ്ഞത്. റോയൽ ബംഗാൾ കടുവ അല്ലെങ്കിൽ പാന്തേറ ടൈഗ്രീസ് ആണ്. 1972 അതിനു മുമ്പ് 52 മുതൽ 72 വരെ സിംഹം ചേട്ടനായിരുന്നു. ഇനി പ്രോജക്റ്റ് ടൈഗർ ചോദിച്ചാൽ 1973 ഏപ്രിൽ 1. അപ്പൊ നമുക്ക് മനസ്സിലായി 2023 50 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുകൂടി നമ്മൾ പഠിച്ചതാണ്. പിന്നീട് നമുക്ക് മനസ്സിലായി ബംഗ്ലാദേശ് ആണ് അയൽ രാജ്യം. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29. കടുവാ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാകയിലും ഈ കടുവയെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ്. ഇനി ആരാണ് അവിടെ ചാടിപ്പോകുന്നത്? നല്ല രസമുണ്ട് കാണാൻ. ഒരു ഡോൾഫിൻ ആണല്ലേ. അത് വെറും ഡോൾഫിൻ അല്ല, ദേശീയ ജലജീവി ആയിട്ടുള്ള നാഷണൽ അക്വാറ്റിക് ആനിമൽ ആയിട്ടുള്ള ഗംഗാ ഡോൾഫിൻ ആണ്. ആരാണ്? ഗംഗാ ഡോൾഫിൻ ആണ്. നോക്കിക്കേ, എക്സാമിന് ചോദിച്ച ചോദ്യം, ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ പ്രഖ്യാപിച്ച തീയതി. ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. 2009 എന്ന വർഷത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. നമ്മൾ 9 നോക്കിയടാ, ഒരു ഡോൾഫിൻ ചാടുന്ന പോലെ ഓർക്കുക. 2009 2009 ഒക്ടോബർ 5-ാം തീയതിയാണ്. ഒക്ടോബർ 5-ന് എന്താ പ്രത്യേകത? കഴിഞ്ഞ ദിവസം PSC ചോദിച്ചില്ലേ, അധ്യാപക ദിനം എന്നാണ്. ഇന്ത്യയിലാണെങ്കിൽ സെപ്റ്റംബർ 5, ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ 5-ാം തീയതിയാണല്ലേ. ഓക്കെ, ഒക്ടോബർ 5-ാം തീയതിയാണ്. അപ്പോൾ ഓർത്തേടാ, 2009 ഒക്ടോബർ 5-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ ജലജീവി അല്ലെങ്കിൽ നാഷണൽ അക്വാറ്റിക് ആനിമൽ ആയിട്ട് ഗംഗാ ഡോൾഫിനെ അംഗീകരിക്കുന്നത്. ഇനി ദേശീയ ഡോൾഫിൻ ദിനം ചോദിച്ചാൽ ഏപ്രിൽ 14 ഏപ്രിൽ 14 ഓക്കെ, അപ്പൊ കടുവേനെ ഓർമ്മയുണ്ടോ? ജൂലൈ 29 നമ്മുടെ ഡോൾഫിൻ ദിനമാണെങ്കിൽ ഏപ്രിൽ 14 ഏപ്രിൽ 14 ഇനി ശ്രദ്ധയോടെ ഇരിക്കുക, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റനിസ്റ്റ ഗംഗാറ്റിക്ക. പേരിലൊരു ഗംഗ വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പക്ഷെ നോക്കിയേ, പ്ലാറ്റനിസ്റ്റ ഗംഗാറ്റിക്ക ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമമാണ്. ഗംഗാ ഡോൾഫിൻ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഗംഗാ ബ്രഹ്മപുത്ര നദികളിലാണ്. ഓക്കെ, അപ്പോൾ ഗംഗാ ബ്രഹ്മപുത്ര കൂടി ഉണ്ടെന്ന് ഓർക്കുക. ഗംഗാ ഡോൾഫിൻ ഗംഗയിലും ബ്രഹ്മപുത്ര നദിയിലുമാണ് കാണപ്പെടുന്നത്. ശുദ്ധജലത്തിൽ മാത്രം ജീവിക്കുന്ന ജീവിയാണ്. ഓക്കെ, വളരെ എന്താണ് OCD ഒക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന അല്ലെ, വളരെ പക്ക ആയിട്ടുള്ള വളരെ വൃത്തിയുള്ള ഡോൾഫിനാണ് ഗംഗാ ഡോൾഫിൻ. ശുദ്ധജലത്തിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. വിക്രമശില ഡോൾഫിൻ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ആണ് കേട്ടോ. നോക്കിയേടാ, നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, വിക്രംശില ഡോൾഫിൻ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറിലെ ബഗൽപൂരാണ്. പക്ഷെ ഇവിടെ ഒരു കറണ്ട് അഫെയർ ഫാക്ട് നമുക്ക് പറയാനുള്ളത്, ഇന്ത്യയിൽ ആദ്യമായിട്ട്
ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം. അതൊരു കറണ്ട് അഫെയർ ആണ്, നല്ലൊരു സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതും ബീഹാറിലെ പാട്നയിലാണ് കേട്ടോ. പാട്ന ബീഹാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. കണ്ണുകൾ ഉണ്ടെങ്കിലും കാഴ്ചശക്തി ഇല്ലാത്തവയാണ് ഗംഗാ ഡോൾഫിനുകൾ. ഞാൻ പറഞ്ഞു, വളരെ ശുദ്ധിയായ വെള്ളത്തിൽ മാത്രം കാണപ്പെടുന്നു. കണ്ണുകൾ ഉണ്ട് എങ്കിലും കാണാൻ കഴിയില്ല അവയ്ക്ക് എന്നതുകൂടി ഓർക്കുക. അസമിന്റെ സംസ്ഥാന ജലജീവി കൂടിയാണ് ഗംഗാ ഡോൾഫിൻ. അസമിന്റെ സംസ്ഥാന ജലജീവി കൂടിയാണ് ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിൻ ഔദ്യോഗിക മൃഗമായിട്ടുള്ള ഇന്ത്യൻ നഗരമാണ് ഗുവാഹത്തി. ഓക്കെ, അസ്സാമും ഗുവാഹത്തിയൊക്കെ അടുത്തടുത്തല്ലേടാ. ഓക്കെ, അപ്പോ അസമിന്റെ സംസ്ഥാന ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. അതുപോലെ നഗരം ഗുവാഹട്ടിയുമാണ്. ഹിന്ദു, സുസു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജീവിയാണ് ഗംഗാ ഡോൾഫിൻ. നല്ല പേരാണല്ലേ, ഹിന്ദു, സുസു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജീവിയാണ് ഗംഗാ ഡോൾഫിൻ എന്ന നമ്മുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഓക്കെ, വ്യക്തമാണ്. ഇപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചല്ലേ. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് ദേശീയ പക്ഷിയായിട്ടുള്ള മയിൽ അല്ലെങ്കിൽ പാവോ ക്രിസ്റ്റാറ്റസ്. വർഷം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, 963 ആയിരുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചത് ആരെയാണ്? കടുവയാണ്, 972 അല്ലെങ്കിൽ പിന്നീട് 73 എന്ന് പറഞ്ഞു. ഗംഗാ ഡോൾഫിൻ ആണെങ്കിൽ വർഷം വളരെ ഇമ്പോർട്ടന്റ്, 2009 ഒക്ടോബർ 5-ാം തീയതിയാണ്. ഇനി അവിടെ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ നിപ്പുണ്ട്. ആരാണത്? നമ്മുടെ ആനച്ചേട്ടനാണ്. ദേശീയ പൈതൃക ജീവിയാണല്ലേ, ദേശീയ പൈതൃക ജീവിയാണ്. അല്ലെങ്കിൽ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആണ് ഇന്ത്യൻ ആന. ഓക്കെ, ഇന്ത്യൻ ആനയാണ്. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ച വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 2010-ലാണല്ലേ. ഓക്കെ, നല്ലൊരു ഒരു റൗണ്ട് ഫിഗർ ആണ്, 2010-ലാണ്, ഒക്ടോബർ മാസമാണ്. ഇന്ത്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എന്താണ് ഇന്ത്യൻ ആനയുടെ ശാസ്ത്രീയ നാമം? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. വർഷം 2010-ലാണ്. ക്ലിയർ ആണ്, സെറ്റ് ആണ്. നോക്കിയേ, ഇനി ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം കേരളം, കർണാടക, ജാർഖണ്ഡ്. കേരളം, കർണാടക, ജാർഖണ്ഡിൽ എന്താ ചോദ്യം? ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. ഓക്കെ, പ്രോജക്റ്റ് എലഫന്റ് ആരംഭിച്ച വർഷം 92-ലാണ്. പ്രോജക്റ്റ് എലഫന്റ് 1992 പ്രോജക്റ്റ് എലഫന്റ് വരുന്നുണ്ട്. ഇനി ആനകളെ കുറിച്ചും പരിപാലന രീതികളെ പറ്റിയും വിവരിക്കുന്ന പ്രാചീനമായിട്ടുള്ള കൃതികളാണ് ഏത്? മാതംഗലീല, ഹസ്തയാർവേദം കൃതികൾ. അപ്പൊ നോക്കിക്കേടാ, 2 കൃതികളാ പറഞ്ഞത്. ആ പേരിൽ തന്നെ ഉണ്ട്, മാതംഗലീലയുണ്ട്, ഹസ്ത്യായുർവേദം. മാതംഗം എന്ന് പറഞ്ഞാലും ആനയാണ്, അതുപോലെ എന്താണ് ഹസ്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ആനയാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചേ. എന്തുവാ പറയുന്നത്? ആനകളെ കുറിച്ചും പരിപാലന രീതികളെ പറ്റിയും വിവരിക്കുന്ന പ്രാചീനമായുള്ള കൃതികളാണ് മാതംഗലീല, ഹസ്ത്യായുർവേദം എന്നിവ. മാതംഗലീല രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദാണ്. അപ്പോ മാതംഗലീല, തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദ്. ഇനി ഹസ്ത്യായുർവേദം രചിച്ചത് പാലാകാപ്യ മുനിയാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേടാ. എന്തുവാ പറഞ്ഞത്? ക്ലിയർ ആയിട്ട് നോക്കിയേ. 2010-ലാണ് ആന പൈതൃക ജീവിയായി മാറുന്നത്. ഇന്ത്യൻ ആനയാണല്ലേ. ഇന്ത്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ്. ഈ ആനയെ പറ്റി പറയുകയാണെങ്കിൽ പ്രോജക്റ്റ് എലഫന്റ് 92-ലാണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, മാതംഗലീല, ഹസ്ത്യായുർവേദം, തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദും പാലാകാപ്യ മുനി എന്നിവരുമാണ്. നോക്കിക്കേ, വളരെ മനോഹരമായ ഒരു പുഷ്പം അവിടേക്ക് വരുന്നു, ദേശീയ പുഷ്പം. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ PSC ലെവലിൽ നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുത്തേ പറ്റൂ. പക്ഷെ ഔദ്യോഗികമായിട്ട് നമുക്ക് എന്തില്ല, ഇന്ത്യക്ക് ഒഫീഷ്യലായ ഒരു ദേശീയ പുഷ്പം ഇല്ല. എങ്കിലും താമരയെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പരിഗണിക്കുന്നുണ്ട്. എക്സാമിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ആൻസർ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. താമരയുടെ ശാസ്ത്രീയ നാമം
നിലംബോ ന്യൂസിഫെറ. താമര എവിടെയാണ് കാണുന്നത്? നിലത്താണല്ലേ കാണുന്നത്, നിലത്താണ്. നിലംബോ ന്യൂസിഫെറ, നിലംബോ ന്യൂസിഫെറയാണല്ലേ. ഓക്കെ, നിലംബോ ന്യൂസിഫെറ. ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങളാണ് ഈജിപ്തും വിയറ്റ്നാമും. ഈജിപ്തും വിയറ്റ്നാമുമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങൾ ഈജിപ്ത്, വിയറ്റ്നാം. ഈജിപ്ത്, വിയറ്റ്നാം. താമര ഔദ്യോഗിക പുഷ്പമായുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കർണാടക, ഹരിയാന. ഓക്കെ, കർണാടകയും ഹരിയാനയുമാണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. നിലംബോസ് ന്യൂസിഫെറയാണ്. ഔദ്യോഗികമായിട്ടല്ല എങ്കിലും നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈജിപ്റ്റ്, വിയറ്റ്നാം, അതുപോലെ കർണാടക, ഹരിയാന എന്നിവയാണ് സംസ്ഥാനങ്ങൾ. മറ്റേത് രാജ്യങ്ങൾ. ഇനി വളരെ മധുരമുള്ള മാമ്പഴം ദേശീയ ഫലമാണല്ലേ. ദേശീയ ഫലമാണ് മാമ്പഴം. ജന്മദേശം നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ്. മാമ്പഴത്തിന്റെ ജന്മദേശം, മാമ്പഴത്തിന്റെ ജന്മദേശം ഇന്ത്യയാണ്. പഴങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫലമാണല്ലേ. പഴങ്ങളുടെ രാജാവാണ്, കിങ് ആണല്ലേ, കിങ് ആണ്. പഴങ്ങളുടെ രാജാവ് മാമ്പഴമാണ്. മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അൽഫോൺസോ മാമ്പഴമാണല്ലേ. മാമ്പഴം അൽഫോൺസോ മാമ്പഴമാണ്. ഓക്കെ, അൽഫോൺസോ ആണ്. ഇനി മാവ്. മാവ് ഔദ്യോഗിക വൃക്ഷമായുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാമാവാണെന്ന് ഓർക്കുക. മാവ് ഔദ്യോഗിക വൃക്ഷമായുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നമുക്ക് നോക്കാം. മാവിന്റെ ശാസ്ത്രീയ നാമം മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്കയാണ് മാവ് എന്ന് പഠിച്ചു. നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യ മഹാരാജ്യമാണ്. അപ്പം ഇതിന്റെ ഉത്ഭവം ഇന്ത്യയിലാണ്, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശാണ്. ഇന്ത്യയെ കൂടാതെ മാമ്പഴം ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാനും ഫിലിപ്പീൻസും ആണ്. അപ്പൊ നോക്കിയേ, അയൽ രാജ്യമായ പാകിസ്ഥാൻ ഉണ്ട്. അയൽ രാജ്യമല്ല എങ്കിലും ഫിലിപ്പീൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയടാ, പാകിസ്ഥാന്റെ ഫലവും മാമ്പഴം, ഫിലിപ്പീൻസിന്റെ ഔദ്യോഗിക ഫലവും എന്ത് തന്നെയാണ്? മാമ്പഴമാണ്. ഇനി ദേശീയ മാമ്പഴ ദിനം ഇമ്പോർട്ടന്റ് ആണ്. ജൂലൈ 22. ജൂലൈ 22 എന്താണ്? ജൂലൈ 22 മാമ്പഴ ദിനമാണ്. ജൂലൈ 22. നമുക്ക് നോക്കാം. അപ്പൊ ക്ലിയർ ആണോടാ? റിവൈസ് ചെയ്ത് മുന്നോട്ട് പോണേ. ഓക്കെ, ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇന്ത്യയിലാണ് ഇത് ഉത്ഭവിച്ചത്. അതുപോലെ പഴങ്ങളുടെ രാജാവാണ്, മാങ്ങയുടെ രാജാവ് അൽഫോൻസയാണ്. മഹാരാഷ്ട്രയ്ക്ക് ഔദ്യോഗിക വൃക്ഷമാണ് മാഞ്ചിഫെറ ഇൻഡിക്കയാണ്. ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ജൂലൈ 22 വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാമ്പഴ ദിനമാണ്. ഓക്കെ, ക്ലിയർ ആണോ പിക്ചർ? ദേശീയ നദിയായിട്ടുള്ള നമ്മുടെ ഗംഗ നദിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ദേശീയ നദി ഗംഗയാണ്. എക്സാമിന് ചോദിച്ചത് വർഷമാണല്ലേ. ഓക്കെ, 2008 നവംബർ 4-ാം തീയതി. ഒരു എക്സാമിന് വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 2008 നവംബർ 4. 2008 നവംബർ 4 ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. ഫാൻസി നമ്പർ ആണല്ലേ അതിന്റെ നീളം. 25. ഓക്കെ, 25. 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. 25 ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഗംഗാ നദിയാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്രേസിയറിലെ ഗോയ്മുഖാണ്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഏതാണ്? ഗായ്മുഖാണ്. ഗായ്മുഖ് എന്നിടത്തു നിന്നാണ് ഗംഗ ഉത്ഭവിച്ചിങ്ങ് വരുന്നത്. 2008 നവംബർ 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലൊരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഒഫീഷ്യലി ഇല്ല, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് പഠിക്കേണ്ടി വരും. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി, ഇന്ത്യയുടെ ദേശീയ സ്പോർട്സ് ആയിട്ട് പൊതുവേ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്നത് ഹോക്കിയാണല്ലേ. ഹോക്കിയാണ്. ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലായി ഹോക്കിയെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി പ്രഖ്യാപിച്ചിട്ട് ഇല്ല. വ്യക്തമാണ്. ഇനി എത്ര പേരാണ് ഉള്ളത് ഹോക്കിയിൽ? എക്സാമിന് ചോദിക്കാറുണ്ട്. അല്ലാതെ തന്നെ 11 പേരാണല്ലേ. ക്രിക്കറ്റിലും 11 ആണ്, ഫുട്ബോളിലും 11 ആണ്. ഇനി
ഹോക്കിയെ ദേശീയ കായിക വിനോദമായിട്ടുള്ള ഇന്ത്യയുടെ അയൽ രാജ്യം ചോദിച്ചാൽ ദേശീയ വിനോദം പാകിസ്ഥാൻ ദേശീയ വിനോദം ഇത് തന്നെയാണ്, ഹോക്കിയാണ്. അപ്പൊ രണ്ട് കണക്ഷൻസ് കിട്ടിയേ. മാമ്പഴത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സിമിലാരിറ്റി പറഞ്ഞു, ഇവിടെ സിമിലാരിറ്റി വരുന്നു. ഹോക്കിയുടെ കാര്യത്തിലും സിമിലാരിറ്റി ഉണ്ട്. ഇനി ദേശീയ പ്രതിജ്ഞ. ദേശീയ പ്രതിജ്ഞ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എല്ലാവരും സ്കൂളുകളിൽ ഒരു തവണയെങ്കിലും അല്ലെ ഇങ്ങനെ അസംബ്ലിക്ക് പോയി നിൽക്കുന്നു, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇങ്ങനെ രാവിലെ തന്നെ പോയിട്ട് അസംബ്ലിയിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. തുടക്കത്തിൽ തന്നെ ഓരോ ക്ലാസ്സുകൾ മാറി മാറി സത്യപ്രതിജ്ഞ എടുക്കുന്നുണ്ട്, പ്ലഡ്ജ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞയാണ്. ആദ്യമായി എഴുതപ്പെട്ട ഭാഷ തെലുങ്ക് ഭാഷയിലാണ്. ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ പ്രതിജ്ഞ എഴുതപ്പെട്ട ഭാഷ തെലുങ്ക് ഭാഷയിലാണ് ആദ്യമായി എഴുതപ്പെടുന്നത്, തെലുങ്കിലാണ്. ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് പൈതിമാരി വെങ്കിട സുബ്ബറാവു. നല്ല പേരാണ്. 62-ലാണ്. നോക്കിക്കേ, നിങ്ങൾ തന്നെ ഓർത്തേ, പൈത്യമായിരുന്നു ഓർക്കണം അല്ലേ. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ വളരെ മാനവികമായ വളരെ വളരെ വിശാലമായ അത്രയും ഹ്യൂമാനിറ്റേറിയൻ ഡയലോഗ് പറയണമെങ്കിൽ ആൾക്കാർ നമ്മളെ പൈത്യമാണെന്ന് ചോദിക്കും അല്ലെ. പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ്. ഓക്കെ, ഇങ്ങനെ പേര് ഇങ്ങനെ ഇച്ചിരി നീളമുള്ള പേരാണ്. മറ്റേ സിനിമയിലെ പോലെ അല്ലെ, 3 കിങ്സിൽ പേര് പറയുന്ന പോലെ പൈതിമാരി വെങ്കട സുബ്ബറാവു. പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ്. ഏത്? 62-ലാണ്. ഇനി ദേശീയ പ്രതിജ്ഞ സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നതിന് തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് MC ചഗ്ല. MC ചഗ്ല. വ്യക്തമായിട്ട് പഠിക്കടാ. MC ചഗ്ല. MC ചഗ്ല എന്ന് പറയുന്ന മനുഷ്യൻ. എടാ ഞാൻ എന്തോ പറയുന്നത്? ദേശീയ പ്രതിജ്ഞ അത് തയ്യാറാക്കപ്പെട്ട ഭാഷ തെലങ്കാനയിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തെലങ്കാനയല്ല, തെലുങ്ക് ഭാഷയിലാണ്. അത് മുന്നോട്ട് കൊണ്ടുവരുന്ന എഴുതിയ വ്യക്തി 62-ല് പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ്. എന്നാൽ നമ്മളെ പോലുള്ള കുട്ടികൾ സ്കൂളിൽ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ അങ്ങനെ പറയണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് MC ചഗ്ല കമ്മിറ്റിയാണ്. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയ തീയതി ഡേറ്റ് ഒക്കെയാണ് ജനുവരി 26-ആണ്. 1965-ലാണ് കേട്ടോ, 1965-ലാണ്. 1965-ലാണ്. നല്ല പോയിന്റ് ആണ്. 1965 ജനുവരി 26 മുതലാണ് ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാ സ്കൂളുകളിലും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പ്രതിജ്ഞ ചൊല്ലി തുടങ്ങുന്നത്. അതിന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് MC ചഗ്ല. എഴുതിയ ആളെ കൃത്യമായിട്ട് പഠിക്കുക. പൈതിമാരി വെങ്കട സുബ്ബറാവു. ആദ്യമായി എഴുതപ്പെട്ട ഭാഷ തെലുങ്ക് ഭാഷയാണ്. അപ്പൊ ക്ലിയർ ആണ്, റിവിഷൻ ചെയ്തിട്ടുണ്ട്, സെറ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. നോക്കിയേ, ഇനി ഒഫീഷ്യൽ ലാംഗ്വേജ്, അവിടെയും തർക്കങ്ങൾ നിലനിൽക്കുന്നു. നമുക്ക് നോക്കാം. ഔദ്യോഗിക ഭാഷയെ പറ്റി പറയുകയാണെങ്കിലോ, ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ദേവനാഗിരി ലിപിയിൽ എഴുതിയ ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച തീയതി നോക്കിയടാ. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ദേവനാഗിരി ലിപിയിൽ എഴുതിയ ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് 1949-ലാണ്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. സെപ്റ്റംബർ 14. അപ്പൊ നോക്കിക്കേ, 49 സെപ്റ്റംബർ 14-ലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 343 ക്ലോസ് 1. ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ പോലും കൃത്യമായിട്ട് പഠിച്ചേ. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഹിന്ദി എന്ന ഭാഷ 1949 സെപ്റ്റംബർ 14-ാം തീയതി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 343 ക്ലോസ് 1-ലും ഇത് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്തിട്ടില്ല? പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇന്ത്യ എന്ന് പറയുന്ന വളരെ എന്താ പറയുക, കഠോരമായി ഈ അണ്ടകടാഹത്തിൽ ഹിന്ദി എന്നൊരു ലാംഗ്വേജിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കലി അതിന് നമുക്ക് പോസിബിൾ ആവും എന്നുള്ളത് ഒരു വശത്ത് ചോദ്യമാണ്. ഓക്കെ, വിവിധ കൾച്ചർ, അത് നമ്മൾ പറയാതെ തന്നെ വളരെ ഡൈവേഴ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നമ്മൾ പറയുന്നതിനും അപ്പുറം, നമ്മൾ ഈ ഒഫീഷ്യലി അംഗീകരിച്ച ഭാഷകൾക്കും അപ്പുറം ഇന്ത്യയിൽ 1500+ ലാംഗ്വേജസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14-ാണ്. കാരണം ഞാൻ പറഞ്ഞു 1949 സെപ്റ്റംബർ 14 ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുന്നത്. ആർട്ടിക്കിൾ 343
1 പക്ഷെ എന്തിനാണ് സാർ തോക്ക് എന്ന് ചോദിക്കുന്ന പോലെ ഇതൊക്കെ പറഞ്ഞാലും ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. ഇനി സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. ഇനി ലോക ഹിന്ദി ദിനം ജാനുവരി 10 ആണ്. അപ്പൊ 2 ഡേറ്റ് പഠിക്ക്. ക്ലിയർ ആണ്. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം, ജാനുവരി 10 ആണെങ്കിൽ എന്താണ്, ലോക ഹിന്ദി ദിനമാണ്. നിറയെ നോട്ടുകളുടെ പടമുണ്ട്. കുറെ ഈ നോട്ടുകളൊക്കെ ഇപ്പൊ നമുക്ക് കാണാൻ കിട്ടുമോ? ഓൾമോസ്റ്റ് എല്ലാ നോട്ടുകളും എന്തായി, അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, അതിലെ രൂപങ്ങളും ഇതൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഔദ്യോഗിക കറൻസി രൂപയാണല്ലേ. ഇന്ത്യയുടെ ഔദ്യോഗിക കറൻസി രൂപയാണ്. ഇന്ത്യൻ റുപ്പി എന്നൊരു സിനിമയൊക്കെ ഉണ്ട്. ഓക്കെ, സ്വന്തമായി ചിഹ്നമുള്ള എത്രാമത്തെ കറൻസിയാണ് രൂപ? ഓക്കെ, സ്വന്തമായിട്ട് നമുക്ക് ചിഹ്നം ഉണ്ടല്ലേ. ഇങ്ങനൊരു ചിഹ്നമുണ്ട്, ഈ കഴിഞ്ഞ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഓക്കെ, സ്വന്തമായി ചിഹ്നമുള്ള എത്രാമത്തെ കറൻസിയാണ് രൂപ എന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ കറൻസിയാണ്. സ്വന്തമായി ചിഹ്നമുള്ള 5ാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ. 2010 ജൂലൈ 15 പ്രീവിയസ് ചോദ്യമാണ്. 2010 ജൂലൈ 15 ഇത് അംഗീകരിക്കപ്പെടുന്നത്. എക്സാമിന് ചോദിക്കും അല്ലേ. ഇത് രൂപകൽപ്പന ചെയ്ത ആളെ ഡി ഉദയകുമാർ ആണ്. ഈ സ്പെല്ലിങ് അല്ലെ ഇനിഷ്യൽ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാർ തമിഴ്നാടാണ്. 2010 ജൂലൈ 15 ആണ് ചിഹ്നം ലഭിക്കുന്ന 5ാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ. ഇനി 5 രൂപ ചിഹ്നത്തോടു കൂടിയ കറൻസി നോട്ടുകൾ പുറത്തിറങ്ങിയ വർഷം 2012 ആണ്. ഓക്കെ, ചിഹ്നത്തോടു കൂടി പുറത്തിറങ്ങിയ കറൻസി 5 രൂപയുടെ കറൻസി ആയിരുന്നു. അത് 2012 മുതലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, പ്രചാരത്തിലേക്ക് വരുന്നത്. റുപ്യ എന്ന പേരിൽ നാണയം പുറത്തിറക്കിയ ഭരണാധികാരി ഷേർഷയാണ് കേട്ടോ. നല്ല ചേർച്ചയുണ്ടല്ലോ, രൂപ റുപ്യ, നല്ല ചേർച്ചയായിരുന്നു. ഷേർഷ എന്ന രാജാവായിരുന്നു എന്ത് ചെയ്തത്, റുപ്യ എന്ന പേരിൽ എന്തിറക്കിയത്, നമ്മുടെ നോട്ടുകൾ ഇറക്കിയത് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി അശോക സ്തംഭത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ടുള്ള കറൻസികൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ വർഷം. നോക്കിക്കേടാ, അശോക സ്തംഭത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ടുള്ള കറൻസി റിസർവ് ബാങ്ക് പുറത്തിറക്കിയത് 1950 മുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തുവാ, നമുക്കൊരു ചിഹ്നമുണ്ട്. ആ ചിഹ്നം നമ്മൾ തുടങ്ങുന്നത് 2010 ജൂലൈ 15 അംഗീകരിച്ചെങ്കിലും 2012 മുതലാണ് രൂപ ചിഹ്നത്തിൽ വരുന്നത്. എന്നാൽ നമ്മുടെ ചിഹ്നം ഉണ്ടല്ലോ, ദേശീയ ചിഹ്നം സിംഹമുദ്ര, അതിൽ വരുന്നത് 1950 മുതലുമാണ്. കറൻസികളിൽ അശോക സ്തംഭത്തിന് താഴെയായി സത്യമേവ ജയതേ, കറൻസികളിലും അശോക സ്തംഭത്തിന് താഴെയായി സത്യമേവ ജയതേ എന്ന വാക്ക് അച്ചടിച്ചു തുടങ്ങിയത് 80കളിലാണ്. അപ്പൊ പഠിക്കാൻ എളുപ്പമാണ്. 50 80 50 80 50ൽ എന്ത് തുടങ്ങി, മുദ്ര വെച്ചു. സത്യമേവ ജയതേ 80ൽ ഉൾപ്പെടുത്തി. ഇനി ഇന്ത്യൻ കറൻസി നോട്ടിൽ മുദ്രണം ചെയ്യപ്പെട്ടുള്ള ഏക വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധി ആണ്. മഹാത്മാഗാന്ധി. നമ്മള് ഗാന്ധി ഉണ്ടോ, ഗാന്ധിയോട് എല്ലാവർക്കും സ്നേഹം ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചില എക്സാമുകളിൽ പ്രത്യേകിച്ച് രൂപ നമ്മുടെ നോട്ടുകൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടുന്ന് കൂടി എന്ത് വരാറുണ്ട്, ചോദ്യങ്ങൾ കൃത്യമായി വരാറുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യൻ കറൻസിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിൽ ആലോചിക്കണേ, നിങ്ങളുടെ കയ്യിൽ ഈ പറയപ്പെട്ട എല്ലാ രൂപകളും എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ കയ്യിലൂടെ മറഞ്ഞു പോയിട്ടുണ്ടാവും. ആദ്യം തന്നെ ഏറ്റവും ചെറിയ 5 രൂപ. 5 രൂപയ്ക്ക് വലിയ മാറ്റമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. 5 രൂപ പഴയ പോലെ കിട്ടാനുമില്ല. ഓക്കെ, നാണയമല്ല, നോട്ടിന്റെ കാര്യം പറയുന്നത്. കർഷകനും ട്രാക്ടറും ആണ്. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, നൊസ്റ്റാൾജിയ ആയിട്ടുള്ള നോട്ടാണ്. 10 രൂപ പഴയത് ആണ് എങ്കിൽ പഴയ 10 രൂപയിൽ വന്യമൃഗങ്ങളാണ്. ആന, കടുവ, കാണ്ടാമൃഗം. ഓർമ്മയുണ്ടോ? പഴയ 10 രൂപ, പഴയ 10 വളരെ റെയർ ആയിട്ടാണ് ഇപ്പൊ കിട്ടുന്നത്. ആന, കാണ്ടാമൃഗം, കടുവ. ഇനിയുള്ളത് പുതിയത് പറയുവാണെങ്കിൽ 10 രൂപ പുതിയതിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. ഓർമ്മയുണ്ടോ? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ ഒരു രഥം 10 രൂപയിലുണ്ട്. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. മാത്സ് ദ ഫോളോയിങ്ങിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ശ്രദ്ധിച്ചേ. ഇനി
20 രൂപ, പഴയ 20 ഓർമ്മയുണ്ടോ? പഴയ 20 രൂപ, ഒരു റെഡ് ഷെയ്ഡുള്ള 20 രൂപ. എന്താണ് 20 രൂപയിൽ കടൽ തീരമാണ് കേട്ടോ, അത് കടൽ തീരമാണ് പഴയ 20-ൽ. നിലവിലെ 20 രൂപ ഓർമ്മയുണ്ടോ? നിലവിലുള്ള 20 രൂപ, 20 രൂപ കുറച്ചൊരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്ന യെല്ലോ ഗ്രീൻ പോലത്തെ ഷെയ്ഡ്, ഒരു മിന്നാമിനി കളറാണല്ലേ 20. അതിൽ എല്ലോറ ഗുഹകളാണ്, എല്ലോറ ഗുഹകളാണ് 20-ൽ വരുന്നത്. ഓക്കെ, ഇനി 50 രൂപയിൽ പഴയ 50 രൂപ, പഴയത് കാണുന്നുണ്ടോ? ഇന്ത്യൻ പാർലമെന്റ് ആണ്. നിലവിലൊരു നീല കളറിലാണ് 50 രൂപ വരുന്നത്. ഹംപിയാണ്, ഹംപി നഗരമാണ്. 100 രൂപയാണെങ്കിൽ ഹിമാലയ പർവ്വതമായിരുന്നു മുമ്പ് ഹിമാലയ പർവ്വതമാണ്. ഇപ്പൊ 100 രൂപയിലുള്ളത് റാണി കി വാവാണ്, റാണി കി വാവ്. ഇനി നമുക്ക് നോക്കാം, 200 രൂപയിൽ സാഞ്ചി സ്തൂപമാണ്, ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന സാഞ്ചി സ്തൂപത്തിന്റെ പടം. മനസ്സിലാലോചിക്കും 200 രൂപ സാഞ്ചി സ്തൂപമാണ്. പിന്നെ 200 രൂപ ഈ അടുത്ത കാലത്താണല്ലോ വരാൻ തുടങ്ങിയത്. 500 രൂപയിൽ പുതിയതിൽ ചെങ്കോട്ടയാണ്. പഴയത് ഓർമ്മയുണ്ടോടാ? പഴയതിൽ ആൾക്കാർ ഇങ്ങനെ വടികുത്തി പിടിച്ചു പോകുന്ന ഒരു ഫോട്ടോ അല്ലേ? പുതിയത് നിങ്ങൾക്ക് മനസ്സിൽ വരും, കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, ട്രാൻസാക്ഷൻ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇനി 2000 രൂപ, 2000 രൂപ എക്സാമിന് ചോദിക്കും, 2000 രൂപ എക്സാമിന് ചോദിക്കും. മംഗൾയാൻ 2000 രൂപ, മംഗൾയാന്റെ പടമാണ്, ഓർമ്മയുണ്ടോ? ചൊവ്വ ദൗത്യമാണല്ലേ, ചൊവ്വ ദൗത്യം, ISROയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ISROയുടെ ചൊവ്വ ദൗത്യമായ മംഗൾയാൻ എന്താണ് സംഭവം? 2000 രൂപയിൽ ഉണ്ട്. എന്നാൽ ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചോണം. കഴിഞ്ഞ വർഷം 2023 മെയ് 19-ന് 2000 രൂപയുടെ നോട്ട് എന്ത് ചെയ്തു? പിൻവലിക്കുകയുണ്ടായി. ഫുള്ളായിട്ട് അവർ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തിട്ടുണ്ട്. 2023 മെയ് 19-നാണ്. അങ്ങനെ നിലവിൽ 1000 ഇല്ല, 2000 രൂപയും ഇല്ല. ഇപ്പോൾ താരം 500 രൂപയാണ്. 500ഉം 200ഉം 100 ഉള്ളൂ മെയിൻ ആയിട്ടുള്ള വലിയ നോട്ടുകൾ. ഓക്കെ, ഇവിടെ നിങ്ങളോട് ചോദ്യം വരും, നിലവിൽ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് എന്ന് ചോദിക്കും. ഈ കഴിഞ്ഞ എക്സാം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 25ാമത്തെ ഗവർണർ ആയിരുന്ന ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. എന്നാൽ നിലവിൽ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. 26ാമത് RBI ഗവർണർ കൂടിയാണ്. അപ്പൊ അതുകൂടി ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് 1 മാർക്കിനുള്ള ചോദ്യമാണ്. ഇനി ദേശീയ ദിനങ്ങളിലേക്ക് വന്നാൽ റിപ്പബ്ലിക് ദിനം ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15 കാണാതെ പഠിക്കുക പോലും വേണ്ട, അറിയാവുന്ന ബേസിക് നോളജ് ആണ്. ഗാന്ധി ജയന്തി ഒക്ടോബർ 2 നമുക്ക് നോക്കാം. ദേശീയ കലണ്ടറിലേക്ക് വന്നാൽ, ഇപ്പൊ ദേശീയ നമ്മൾ രൂപ കഴിഞ്ഞു, ഇനി കലണ്ടറിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത്. അതായത് അപ്പം കൃത്യമായിട്ട് പഠിക്കുക, വ്യക്തമായിട്ട് പഠിക്കുക. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ്. അത് അംഗീകരിച്ചത് 57 മാർച്ച് 22. 57 മാർച്ച് 22 1879 ചൈത്രം 1. പഴയ PSCയുടെ ഒരു ട്രെൻഡാണ്. മലയാള വർഷം, കൊല്ലവർഷം, അതുപോലെ മലയാള മാസം കൂടി ആഡ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. 57 മാർച്ച് 22, 1957 മാർച്ച് 22, അല്ലെങ്കിൽ ചൈത്രം 1 1879. ഇതൊന്ന് എഴുതി പഠിച്ചോണേ, ചോദിച്ചിട്ടുള്ളതാണേ. ഇനി ദേശീയ കലണ്ടർ രൂപവൽക്കരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു മേഘ്നാഥ് സാഹ. അപ്പൊ ദേശീയ കലണ്ടർ രൂപവൽക്കരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു മേഘ്നാഥ് സാഹയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർക്കണം, നമ്മൾ ഈ കലണ്ടർ എന്നൊക്കെ പറയുമ്പോൾ എന്താടാ? ഡേയും ഓരോ ദിവസങ്ങൾ അറിയാൻ വേണ്ടിയാണ് കലണ്ടർ അല്ലേ. ഡേയും നൈറ്റ് ഒക്കെ വരുന്ന എന്തുണ്ടാ? ആകാശം, സൂര്യനെയൊക്കെ ഓർക്കുക. അപ്പൊ മേഘമൊക്കെ ഓർക്കുക. മേഘനാഥ സാഹയാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ് കേട്ടോ. ചൈത്രത്തിൽ തുടങ്ങി വിശാഖം അല്ലെങ്കിൽ വൈശാഖം, ഓക്കെ, 2ാമത്തെ മാസമാണ്. അവസാനം ഫാൽഗുനമാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ചൈത്രത്തിലാണ് ആരംഭിക്കുന്നത്, ഫാൽഗുണത്തിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ചൈത്രം ഫാൽഗുണം. 2ാമത്തെ ഏതാടാ? വൈശാഖമാണ്. ഓക്കെ,
അപ്പം ആ ഡേറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 57 മാർച്ച് 22, 879 ചൈത്രം 1. അപ്പൊ തന്നെ മനസ്സിലായിക്കോണം, ചൈത്രത്തിലാണ് സ്റ്റാർട്ടിങ്, ഫാൽഗുണത്തിലാണ് എൻഡിങ്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി ചൈത്രമാസം ആരംഭിക്കുന്നത് സാധാരണ വർഷങ്ങളിൽ മാർച്ച് 22-നും അതിവർഷങ്ങളിൽ മാർച്ച് 21-നുമാണ്. അപ്പൊ നോക്കിക്കേ, ഓൾറെഡി ഞാൻ പറഞ്ഞു 57 മാർച്ച് 22-ന് അംഗീകരിച്ചു. 879 ചൈത്രം 1, ചൈത്രമാണ് ആദ്യ മാസം, ഫാൽഗുണമാണ് അവസാന മാസം. ഇനി സാധാ വർഷങ്ങളിൽ മാർച്ച് 22-ന് ശകവർഷം ആരംഭിക്കുമെങ്കിൽ ഒരു അതിവർഷം, ഇപ്പൊ 24 എന്ന് പറയുന്ന ഒരു അതിവർഷമായിരുന്നു അല്ലെ 2024. അപ്പൊ ഏത് ഡേറ്റിന് ആരംഭിച്ചത്? മാർച്ച് 21. മാർച്ച് 21 ആണ്. തെറ്റിക്കുകയെ ചെയ്യല്. ശകവർഷ കലണ്ടർ പ്രകാരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ശകവർഷ കലണ്ടർ പ്രകാരമാണെങ്കിൽ ശ്രാവണം 24 869. എടാ ഇതൊക്കെ മുൻപത്തെ സ്ഥിരം ചോദ്യങ്ങളാണ്. നോക്കിക്കേ, 869 ശ്രാവണം 24, 1869 ശ്രാവണം 24 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ നമുക്ക് ശകവർഷത്തിൽ നിന്ന് എടുക്കാൻ കഴിയുക. ശകവർഷ കലണ്ടർ ആരംഭിച്ച ഭരണാധികാരി കുശാന ചക്രവർത്തിയായ കനിഷ്ഠനാണ്. ഓക്കെ, ശകവർഷ കലണ്ടർ കനിഷ്ഠനാണ്. ശകവർഷം കനിഷ്ഠന്റെ കലണ്ടറാണ്. കുശാന ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. AD 78 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. AD 78 ശകവർഷ കലണ്ടർ ആരംഭിച്ച വർഷം AD 78. AD 78. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. മാർച്ച് 22 നോർമൽ. അതിവർഷമാണെങ്കിൽ മാർച്ച് 21-ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി 1869 ശ്രാവണം 24 ഇപ്രകാരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഇനി കുശാന ഭരണാധികാരിയായിരുന്ന കനിഷ്ഠനാണ് ഇത് ആരംഭിച്ചത്. AD 78. കൃത്യമായിട്ട് പഠിച്ചോണം. പ്രീവിയസ് ചോദ്യമാണ്. AD 78-നാണ് ഇത് ആരംഭിച്ചത്. ഇനി ഇന്ന് നാം ഉപയോഗിക്കുന്ന കലണ്ടറിന്റെ പേരെന്താടാ? നമ്മൾ നോർമലി ഉപയോഗിക്കുന്നില്ലേടാ? ജനുവരി, ഫെബ്രുവരി, ഡിസംബർ വരെയുള്ള. ഇപ്പൊ നമ്മൾ വർഷാവസാനമാണ്. ന്യൂ ഇയറിന് നമുക്ക് ഏതാനും ദിവസങ്ങളെ ഇനി മുമ്പിലുള്ളൂ. ഗ്രിഗോറിയൻ കലണ്ടർ. ഏതാണ്? ഗ്രിഗോറിയൻ. ഗ്രിഗറി അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഗ്രിഗോറിയൻ കലണ്ടർ ആണ്. ഓക്കെ, വ്യക്തമായിട്ട് പഠിച്ചോ? ഇനി നമുക്ക് നോക്കാം. വളരെ മനോഹരമായ ഒരു വൃക്ഷമാണ് അവിടെ കാണുന്നത്. നമ്മുടെ ദേശീയ വൃക്ഷമാണല്ലേ? ഓക്കെ, നാഷണൽ ട്രീ ആണ്. ദേശീയ വൃക്ഷം പേരാലാണ്. ഇവിടെ ഓപ്ഷനിൽ പല ആലും കാണും. പേരാൽ എന്നാണ്. ദേശീയ വൃക്ഷത്തിന്റെ പേര് പേരാല്. ബെന്യൻ ട്രീ ആണ്. ഓക്കെ, ഇനി ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ്. ഓക്കെ, എന്താണ് പേര്? ഫൈക്കസ് ബംഗാളൻസിസ് എന്ന പേരാണ്. പേരാൽ ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. എടാ പേരാല് മധ്യപ്രദേശാണ്. ഇനി നടക്കുന്ന വൃക്ഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പേരാലാണല്ലേ? പേരാല് കണ്ടിട്ടില്ലേടാ? വളരെ മനോഹരമാണ്. അതിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഒരു സ്ഥലത്താണ് ഇതുള്ളതെങ്കിലും വളരെയധികം സ്പ്രെഡ് ആവും. ഇപ്പൊ നമുക്ക് പറയാം, ചലിക്കുന്ന വൃക്ഷം എന്നറിയപ്പെടുന്നത് പേരാലാണ്. ഇനി പേരാലിന്റെ പരാഗണം നടത്താൻ സഹായിക്കുന്ന ജീവിയാണ് കടന്നൽ. ഓക്കെ, നല്ലൊരു പോയിന്റ് ആണ്. നോക്കിക്കേ, അപ്പോ ദേശീയ വൃക്ഷം പേരാല് അല്ലെങ്കിൽ ബെന്യൻ ട്രീ ആണ്. ഫൈക്കസ് ബംഗാളൻസിസ് ആണ്. ഇത് ഔദ്യോഗിക വൃക്ഷമായുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇനി നടക്കുന്ന വൃക്ഷമെന്ന് വിളിക്കാറുണ്ട്. കടന്നലാണ് ഇതിന്റെ പരാഗണം നടത്താൻ സഹായിക്കുന്നത്. ഇനി എന്താണ്? സ്ഥിതി ചെയ്യുന്നത് കൽക്കത്തയിലെ ദ ഗ്രേറ്റ് ബെന്യൻ ട്രീ സ്ഥിതി ചെയ്യുന്ന ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അതായത് നിങ്ങൾക്ക് അറിയാമോ, വളരെ മനോഹരമായൊരു ബെന്യൻ ട്രീ ഉണ്ട് ഇന്ത്യയിൽ. അതായത് അത് ഒരൊറ്റ മരമാണ്. അത്രമേൽ വ്യാപിച്ചു കിടക്കുന്ന, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മരമുണ്ട്. അതിനെ അറിയപ്പെടുന്നത് ദ ഗ്രേറ്റ് ബെന്യൻ ട്രീ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊൽക്കത്തയിലെ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. കൊൽക്കത്തയിലെ എന്താണ്? ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി കേരളത്തിലെ കുറച്ച് ഫാക്ട് കൂടെ പറയാനുണ്ട്. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ അടുത്തായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഫലമായിട്ട് ചക്കയെ തിരഞ്ഞെടുത്തല്ലേ? ചക്കയാണിപ്പോ. ചക്ക നമ്മുടെ സ്വന്തം ചക്കയാണ്. വർഷം ഈ റീസെന്റ് നടന്നൊരു എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു. LGS എക്സാം മെയിൻസിനാണ്. വർഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാം.
ഇതൊരു പഴയ ചോദ്യമാണ്, പക്ഷെ വീണ്ടും ചോദിക്കുന്നുണ്ട്, കാരണം ഇത് GK ഫാക്റ്റ് ആണ്. ചക്കയുടെ അംഗീകരിക്കുന്നത് 2018. ഒരു ചക്ക പോലെയല്ലേ ഇട്ടിരിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. ജനറലി ഉള്ള കാര്യങ്ങളാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് കാസിയ ഫിസ്റ്റുല, കണിക്കൊന്ന. കാസിയ ഫിസ്റ്റുല, കാസിയ ഫിസ്റ്റുല, കാസിയ ഫിസ്റ്റുല കണിക്കൊന്നയാണ്. ഓക്കെ, കണിക്കാരം എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് കണിക്കൊന്നയാണ്. എടാ, സംസ്കൃതത്തിൽ സുവർണകം കർണികാരം, സുവർണകം കർണികാരം, സുവർണകം കർണികാരം എന്നീ പേരുകളിൽ കൂടി കാസിയ ഫിസ്റ്റുല അറിയപ്പെടുന്നു. ഇനി ഇംഗ്ലീഷിൽ കണിക്കൊന്ന അറിയപ്പെടുന്നത് ഗോൾഡൻ ഷവർ ട്രീ അല്ലെങ്കിൽ ഇന്ത്യൻ ലബോനം. ഗോൾഡൻ ഷവർ ട്രീ അല്ലെങ്കിൽ ഇന്ത്യൻ ലബോനം എന്നാണ്. സാധാരണയായി കണിക്കൊന്ന പൂക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അത് വലിയ കോമഡിയാണ് ഇപ്പോൾ. ഓക്കെ, നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കണിക്കൊന്ന. അപ്പോൾ നമുക്ക് വിഷു ഓർമ്മ വരും. വിഷുവിൻ്റെ സമയത്ത് നമ്മൾ ട്രോളുകൾ കാണാറുണ്ട്. വിഷുവിന് മുമ്പ് പൂത്ത് നിൽക്കുന്നു, വളരെ മനോഹരമായിട്ട് റോഡിലൂടെ പോകുമ്പോഴും അല്ലാതെ നാട്ടിൻപുറങ്ങളിലും എല്ലായിടത്തും ഇഷ്ടം പോലെ പിടിച്ചു നിൽക്കും. ചിലരുടെ വീടുകളിലുണ്ടാവും. പക്ഷെ കറക്റ്റ് ആ വിഷുവിൻ്റെ ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായി പോകും, എല്ലാം കഴിയും. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. കേരളത്തിലെ ആദ്യ രാജവംശമായ ആയി രാജവംശത്തിന്റെ ഔദ്യോഗിക പുഷ്പവും ഏതു തന്നെയായിരുന്നു? കേരളത്തിന്റെ ആദ്യകാല രാജവംശമായ ആയിയുടെ ഔദ്യോഗിക പുഷ്പമായിരുന്നു നമ്മുടെ കണിക്കൊന്ന. ഇനി കണിക്കൊന്ന ദേശീയ പുഷ്പമായ രാജ്യമാണ് തായ്ലാൻഡ്. നോക്കിയേ, തായ്ലാൻഡ് ആണ്. തായ്ലൻഡ് എന്നുകൂടി ഓർക്കുക, തായ്ലൻഡ് ആണ്, തായ്ലൻഡ്. നമുക്ക് നോക്കാം. ഇനി നോക്കിയേ, നമുക്കറിയാവുന്ന നമ്മുടെ സ്വന്തം ബന്ധുക്കാരനാണ്. ആരാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബേർഡാണ്, ഔദ്യോഗിക പക്ഷിയാണ്. ഓക്കെ, മലമുഴക്കി വേഴാമ്പൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ആണ്. ഓക്കെ, കണിക്കൊന്ന കാസിയ ഫിസ്റ്റുലയാണ്. മലമുഴക്കി വേഴാമ്പൽ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ആണ്. അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക പക്ഷി. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ ഒപ്പം ആരും കൂടെ ഉണ്ട്, അരുണാചൽ പ്രദേശ്. കഴിഞ്ഞിടക്ക് ഒരു എക്സാമിന് ചോദിച്ചില്ലേ, നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം നടക്കുന്നത് ഏത് സ്റ്റേറ്റ്, ഏത് വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റിന് വേണ്ടിയാണ്? നമുക്കറിയാം, അവരുടെ മാപ്പിൽ നമ്മുടെ അരുണാചൽ പ്രദേശിനെ വേറൊരു പേരിലാണ് ഇപ്പൊ നിലവിൽ മെൻഷൻ ചെയ്തത്. ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പോൾ ഒരു എക്സാമിന് ചോദിച്ചു അരുണാചൽ പ്രദേശ്. അപ്പൊ മലമുഴക്കി വേഴാമ്പല് ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള കേരളത്തെ കൂടാതെയുള്ള സംസ്ഥാനം അരുണാചലാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ ആണ്. ഇനി ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന പക്ഷി ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ നമ്മുടെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കണ്ടിട്ടുണ്ടോടാ നിങ്ങൾ നേരിട്ട്? സൈലന്റ് വാലിയിലൊക്കെ ഇല്ലേ? യാത്ര ചെയ്ത് പോയിട്ടുള്ളവര് ഒരുപക്ഷെ കണ്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും നമ്മുടെ സ്വന്തം ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. ഓക്കെ, ഇതിന്റെ ശാസ്ത്രീയ നാമം ബ്യൂസിയസ് ബൈക്കോണിസ് ആണ് കേട്ടോ. ബ്യൂസിയസ് ബൈക്കോണിസ് എന്നുള്ളതാണ്. ബ്യൂസിറസ് ബൈക്കോണിസ് ആണ്. ഇനി ആവാസ കേന്ദ്രം കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലാണ് ഇവയെ കാണപ്പെടുക. കേരളത്തിലെ എവർഗ്രീൻ ഫോറസ്റ്റുകളായിട്ടുള്ള നിത്യഹരിത വനങ്ങളിലാണ് കാണപ്പെടുക. മലമുഴക്കി വേഴാമ്പലിന്റെ കൊക്കിന്റെ നിറം മഞ്ഞയാണ്. മഞ്ഞ കൊക്കാണുള്ളത് ഇങ്ങനെ വലിപ്പത്തിൽ. വേഴാമ്പൽ ദേശീയ പക്ഷിയ രാജ്യമാണ് മലേഷ്യ. അപ്പൊ അരുണാചലും രാജ്യം ചോദിച്ചാൽ മലേഷ്യയുമാണ്. മലേഷ്യ അങ്ങ് ദൂരെ മലേഷ്യയിൽ. ഇനി ബ്യൂസിറസ് ബൈക്കോണിസ് കൂടി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ തെങ്ങിലേക്കാണ് വരുന്നത്. തെങ്ങ് ചതിക്കുമോ? തെങ്ങ് നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ? തെങ്ങ് ചതിക്കാറില്ല എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. തെങ്ങാണ്, പക്ഷെ തെങ്ങിന്റെ പടം വന്നില്ല. തെങ്ങ് അപ്പം തന്നെ നമ്മൾ ചതിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങാണ് അല്ലെ. സിമ്പിൾ ആണ്, അതിന്റെ എല്ലാ ഭാഗത്തിനും ഉപയോഗമുണ്ട്. ഓക്കെ, തേങ്ങ മുതൽ ഓല, ഈർക്കിലി, നമ്മുടെ തേങ്ങയിൽ നിന്ന് കിട്ടുന്ന തൊണ്ട്, ചിരട്ട, കൊതുമ്പ്, കൊലാനിൽ എല്ലാം നമുക്കറിയാം. ഹോർത്തൂസ് മലബാരിക്കസിൽ ആദ്യമായി പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. നമുക്കറിയാം ഹോർത്തൂസ് മലബാരിക്കസ്, മലബാറിന്റെ പൂന്തോട്ടമായ ഡച്ചുകാരുടെ സംഭാവനയായ ജനറൽ വാൻഡ്രീഡ് 12 വാല്യങ്ങൾ സ്ഥിരം ചോദ്യമാണ്. അപ്പൊ ഹോർത്തൂസ് മലബാരിക്കസിലെ ഫസ്റ്റ് പ്രതിപാദിക്കുന്നത് തെങ്ങിനെയാണ്. കോക്കോസ് ലൂസിഫറ എന്നല്ലേടാ, കോക്കോസ് ലൂസിഫറ അല്ലേ? കോക്കോസ് ലൂസിഫറ എന്നാണ് ശാസ്ത്രീയ നാമം. പരമാവധി ആയുസ് 90 വർഷമാണ്. 90 വർഷം. എടാ, മനുഷ്യന്മാർ പോലും ഇപ്പൊ അങ്ങനെ ജീവിക്കുമോ 90 വരെ? അപ്പോൾ ഒരു തെങ്ങൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കിട്ടുന്ന തെങ്ങ്
ആര് വെച്ചതായിരിക്കും? പണ്ടുള്ള ആരോ വെച്ചതാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ വെച്ച തെങ്ങുണ്ടോ? വെച്ച് നോക്കണം. 90 വർഷം ഇത് എന്ത് ചെയ്യും? ഈട് നിൽക്കുമെന്ന് ഓർക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കേരളം നാളികേര വർഷമായി ആചരിച്ചത് 2008 നോക്കിയേ, മൊത്തത്തിലൊരു 2008 നാളികേര വർഷമായിട്ട് ആചരിച്ചത് 2008 2008. ഇനി നമുക്കറിയാം നാളികേര ദിനം സെപ്റ്റംബർ 2 ആണല്ലേ? സെപ്റ്റംബർ 2 ആണ്. നമ്മൾ പറയും ആദിത്യ L1 വിക്ഷേപിച്ചല്ലേ സൂര്യനിലേക്ക് 2023 സെപ്റ്റംബർ 2 നാളികേര ദിനത്തിന്റെ അന്നാണ്. ഓക്കെ. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏഷ്യൻ ആനയാണ്. ഏഷ്യൻ ആനയാണ്. ഗജദിനം ഒക്ടോബർ 4 ഗജദിനം ഒക്ടോബർ 4. സെപ്റ്റംബർ 2 തേങ്ങാ ദിനം, ഒക്ടോബർ 4 ഗജദിനം. ഓക്കെ. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമാണ് കോടനാട് എറണാകുളം. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം കോടനാട് എറണാകുളം. ഇനി നോക്കിയേ, കേരളത്തിലെ നാട്ടാന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടൂർ തിരുവനന്തപുരമാണ്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക. നാട്ടാന പരിശീലന കേന്ദ്രമാണെങ്കിൽ എന്താണ്? കോട്ടൂര് തിരുവനന്തപുരമാണ്. പ്രോജക്റ്റ് എലഫന്റ് നമ്മൾ പറഞ്ഞതാണ് 92 പ്രോജക്റ്റ് എലഫന്റ് ആരംഭിച്ചത്. നമ്മളിത് നോക്കുമ്പോൾ കരിമീൻ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം, എക്സാമിന് ചോദിക്കുന്നതാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഓക്കെ, എന്താണ്? ഗ്രീൻ ക്രോമൈഡ് കഴിച്ചിട്ടുണ്ടോടാ? നല്ല ടേസ്റ്റ് ആണല്ലേ? ഓക്കെ, കരിമീനാണ്. ഗ്രീൻ ക്രോമൈഡ് ആണ്. പേൾ സ്പോട്ട് കുത്തു കണ്ടോ? ചെറിയ സ്പോട്ട്. പേൾ സ്പോട്ട് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഗ്രീൻ ക്രോമൈഡ് ആയിട്ടുള്ള കരിമീനാണ്. ഓക്കെ. ഇനി കരിമീന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസൂരാറ്റൻസിസ് ആണ്. നല്ല രസമുള്ള പേരാണ്. എട്രോപ്ലസാരൻറ്റൻസിസ് ആണ്. ഇനി കേരള സർക്കാർ കരിമീൻ വർഷമായിട്ട് 2010-11 കരിമീൻ വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആചരിച്ചു. ക്ലിയർ ആണേ? ഇനി കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. എക്സാമിന് ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞ ഇതാണ്. 2018 മാർച്ച് 21 ഔദ്യോഗിക ഫലമായി അംഗീകരിച്ചു. കേരളത്തെ കൂടാതെ ചക്ക ഔദ്യോഗിക ഫലമായ സംസ്ഥാനം തമിഴ്നാടാണ്. നല്ല ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണേൽ പറയാം. കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെയും ഔദ്യോഗിക ഫലം പളപള പഴമാണല്ലേ? പളപള പഴമാണ്. ചക്കപ്പഴമാണ്. ഓക്കെ. പ്ലാവിന്റെ ശാസ്ത്രീയ നാമം ആർട്ടോകോർപ്പസ് ഹെറ്റാഫിലസ്. ഓക്കെ, ആർട്ടോകോർപ്പസ് ഹെട്രോഫിലസ് ആണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഫലം ചക്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫലമാണ് നമ്മുടെ ഔദ്യോഗിക ഫലം ചക്ക. 2018 വ്യക്തമായിട്ട് പഠിച്ചോ. ഇനി ചിത്രശലഭം ആരാണിത്? വളരെ മനോഹരിയായ ഒരു ചിത്രശലഭം ഉണ്ട്. ഓക്കെ, കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ഏതാണ്? ബുദ്ധമയൂരി. മലബാർ ബാൻഡഡ് പീകോക്ക് എന്ന ബുദ്ധമയൂരിയാണ്. ഓക്കെ, ബുദ്ധമയൂരിയെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് 2018 അപ്പൊ നമ്മളോട് ചോദിച്ചുകൂടെടാ? 2018 നവംബർ 12 വർഷം മാക്സിമം സ്ട്രെസ് ചെയ്ത് പഠിച്ചോളുക. ചക്ക ഔദ്യോഗിക ഫലമായതും അതുപോലെ ബുദ്ധമയൂരി ഔദ്യോഗിക ചിത്രശലഭമായതും 2018. ഓക്കെ, ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് ഫാക്ട് ആണ് പാതാള തവള. കണ്ടോ? പാതാള തവള കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ജീവിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച ജീവിയാണ് പാതാള തവള. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? നമ്മൾ പ്രഖ്യാപിക്കാൻ പോയി, പക്ഷെ തീരുമാനം പിന്നീട് ഉപേക്ഷിച്ചു. പാതാള തവളയെ നമ്മൾ ഔദ്യോഗിക ജീവിയായി പ്രഖ്യാപിക്കാൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. പന്നിമൂക്കൻ തവള അല്ലെങ്കിൽ പർപ്പിൾ ഫ്രോഗ്. എന്താണ്? പന്നിമൂക്കൻ തവള അല്ലെങ്കിൽ പർപ്പിൾ ഫ്രോഗ് എന്നറിയപ്പെടുന്ന തവളയാണ് പാതാള തവളയാണ്. ഓക്കെ, പന്നിമൂക്കൻ തവള അല്ലെങ്കിൽ പർപ്പിൾ ഫ്രോഗ്. ശാസ്ത്രീയ നാമം നാസിക ബെത്തക്കസ് സഹ്യാദ്രിയൻസിസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ഔദ്യോഗിക ജീവിയായിട്ട് പാതാള തവളയെ ശ്രമിച്ചു.
ഈ അടുത്ത കാലത്താണ് 22-23 പക്ഷെ ശ്രമം ഉപേക്ഷിച്ചു. പർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ പാതാള തവള നാസിക ബെത്തക്കസ് സഹ്യാദ്രൻസിസ് എന്നാണ് അതിന്റെ നാമം. ഇനി സാംസ്കാരിക ഗാനം വളരെ റീസെന്റ് ആണ്. സാംസ്കാരിക ഗാനം എന്താണ്? കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമള ധരണി, ജയ ജയ കോമള കേരള ധരണി, ജയ ജയ കോമള കേരള ധരണി. ഓക്കെ, എന്ന് തുടങ്ങുന്ന ഗാനം കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചതാരാണ്? കവയിത്രിയായിരുന്ന സുഗതകുമാരിയുടെ പിതാവായ ബോധേശ്വരൻ. ബോധേശ്വരൻ സുഗതകുമാരിയുടെ പിതാവായിരുന്ന ബോധേശ്വരൻ എന്ത് ചെയ്തു? നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക സാംസ്കാരിക ഗാനമായുള്ള ജയ ജയ കോമള കേരള ധരണി. ഇനി ബോധേശ്വരന്റെ യഥാർത്ഥ നാമം കേശവൻ എന്നാണ്. ഓക്കെ, ബോധേശ്വരന്റെ യഥാർത്ഥ നാമം കേശവൻ എന്നുകൂടിയാണ്. നല്ല പേരാണല്ലേ ബോധേശ്വരൻ. രചിക്കപ്പെട്ടത് 38 ഓക്കെ, അത് വീണ്ടും ഈ അടുത്ത കാലത്ത് ചർച്ചയായിരുന്നു. 38 സ്വാതന്ത്ര്യത്തിനും 10 കൊല്ലം മുമ്പാണ്. ഓക്കെ, കേരള ഗാനം എന്ന കവിതയിലെ വരികളാണ് കേരള ഗാനം എന്ന കവിതയിലെ വരികളാണ് ജയ ജയ കോമള കേരള ധരണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐക്യ കേരള രൂപവൽക്കരണ ശേഷമുള്ള ആദ്യ നിയമസഭയിൽ ആലപിച്ചിരുന്ന ഗാനവുമാണ്. അപ്പോൾ നമ്മൾ ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നുണ്ട്, അതിനുശേഷമുള്ള ആദ്യ നിയമസഭയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജയ ജയ കേരള കോമള ധരണി നമ്മൾ പാടുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ കേരള ഗാനം ആലപിച്ചത് പറവൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന, നോക്കിയേ കൃത്യമായിട്ട് പഠിക്കേ, ബോധേശ്വരൻ രചിച്ച ജയ ജയ കോമള കേരള ധരണി എന്ന കേരള ഗാനം 1938 നിന്നെടുത്ത വരികൾ ആദ്യമായി കേരള നിയമസഭയിൽ ഐക്യ കേരളത്തിൽ പാടുന്നത് പറവൂർ സഹോദരിമാരാണ്. ശാരദാമണിയും രാധാമണിയുമാണ്. ജയ ജയ കോമള കേരള ധരണി സാംസ്കാരിക ഗാനമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചത് 2014 വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ 38 എഴുതിയ ഗാനം 2014 അംഗീകരിക്കുന്നു കേരളത്തിന്റെ ഔദ്യോഗിക സാംസ്കാരിക ഗാനമായി. വെരി ഗുഡ്, വൃത്തിയായിട്ട് പഠിച്ചോണം. ഇത് അവസാനത്തിലേക്ക് വരുമ്പോൾ ഓണത്തെ കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമാണ്, ദേശീയ ഉത്സവമാണ്. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഇത്, ഓണമാണ്. വർഷം ചോദിച്ചിട്ടുണ്ട് 61. സ്ത്രീധന നിരോധന നിയമം 61 ആണല്ലേ. അതുപോലെ തന്നെ 61 ഓണത്തെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിക്കുന്നത്. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴക്കമുള്ള കൃതിയാണ്, അല്ലെങ്കിൽ സംഘകാല കൃതി എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. മധുരൈ കാഞ്ചി മാങ്കുടി മരതനാർ, എക്സാമിന് ചോദിക്കുന്നതല്ലേ. മധുരൈ കാഞ്ചി എന്ന കൃതിയിലാണ് ഓണത്തെ പറ്റി പരാമർശമുള്ളത്. എന്താണ് അന്നറിയപ്പെട്ടത്? ഇന്ദ്രവീഴ എന്നറിയപ്പെട്ടു. ഓക്കെ, മാങ്കുടി മരതനാർ ആണ്. ഇനി ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മച്ചാട്ടിളയത്. ഓക്കെ, എന്നറിയപ്പെടുന്നത് മച്ചാട്ടിളയതാണ് ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. കേരളത്തെ കൂടാതെ തിരുവോണ ദിവസം അവധിയുള്ള സംസ്ഥാനമാണ് മിസോറാം. നമുക്ക് അവധി കിട്ടിയാൽ നമ്മൾ മിസ് ചെയ്യത്തില്ല. നമ്മൾ ഓണമൊക്കെ മിസ് ചെയ്യുന്നില്ല. ഇപ്പം പഴയ 18 പ്രളയത്തിനും കോവിഡിനും ഒക്കെ ശേഷമുള്ള ഓണം, പഴയ ഓണം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് അവധിയുള്ള സംസ്ഥാനം മിസോറാം. ഓക്കെ, ഈ സമയത്ത് മുഖ്യമന്ത്രി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പട്ടം താണുപിള്ളയാണ് 61 മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. മധുരൈ കാഞ്ചിയാണ് കൃതി. ആരാണ്? മാങ്കുടി മരുതനാറാണ്. അതുപോലെ ഇന്ദ്രവീഴ ഓർത്തു വെച്ചേക്കുക. നോക്കാം, ഭരണഭാഷ ഏതാണ്? കേരളത്തിന്റെ ഭരണഭാഷ മലയാളമാണ്. കേരളത്തിന്റെ ഭരണഭാഷയും ഔദ്യോഗിക ഭാഷയും മലയാളമാണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നത് 2013 മെയ് 23 വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ വർഷം. 2013 മെയ് 23 കേരളത്തിന്റെ മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇനി നവംബർ 1 ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയതും 2013 അപ്പോ കേരളത്തിന്റെ കേരള പിറവി നവംബർ 1 നമുക്കറിയാം. ആ നവംബർ 1 തന്നെയാണ് ശ്രേഷ്ഠ ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നു. അതും ഏത് വർഷം മുതൽ? 2013 മുതലാണ്. കൃത്യമായിട്ട് പഠിച്ചോണേ. ഇനി എന്താണ് അവസാനമായി പറയുക? മലയാളം ഉൾപ്പെടുന്ന ഭാഷാ കുടുംബമാണ് ദ്രാവിഡ ഭാഷ. നമ്മൾ ദ്രവീഡിയൻ കൾച്ചർ, ദ്രവീഡിയൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ നമ്മുടെ തമിഴാണ്. ഓക്കെ, മലയാളം ഉൾപ്പെടുന്നത് ദ്രാവിഡ ഭാഷയുടെ ഫാമിലിയിലാണ്.
അതിൽ ഏറ്റവും പഴക്കമുള്ളത് തമിഴ് എന്ന ഭാഷയ്ക്കാണ്. ഓക്കെ, ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ദ്രാവിഡ ഭാഷ എന്ന് ചോദിച്ചാൽ അത് മലയാളമാണ്. ഏറ്റവും പഴക്കമുള്ളത് തമിഴാണ്. ഓക്കെ, ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ടത് മലയാളമാണ്, ദ്രാവിഡ ഭാഷ. ഓക്കെ, നിലവിലുള്ള മലയാള ലിപി അറിയപ്പെടുന്നത് ഗ്രന്ഥലിപി അല്ലെങ്കിൽ ആര്യലിപി. ഗ്രന്ഥലിപി, ആര്യലിപി, ഗ്രന്ഥലിപി അല്ലെങ്കിൽ ആര്യലിപി, ഗ്രന്ഥലിപി അല്ലെങ്കിൽ ആര്യലിപി എന്നറിയപ്പെടുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഭാഷാ പ്രതിജ്ഞയാണ്. എന്താണ് ഭാഷാ പ്രതിജ്ഞയിൽ പറയുക? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയ വ്യക്തി MT വാസുദേവൻ നായരാണ്. MT ആണ് നമ്മുടെ ആദരണീയനായ MT വാസുദേവൻ നായർ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയ വ്യക്തിയാണ്. ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 2018 ആണ്. അപ്പോൾ 2018 മുതലാണ് കേരളത്തിൽ ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ചു തുടങ്ങിയത്. MT ആണത് തയ്യാറാക്കിയത്. ഇനി ഭാഷാ പ്രതിജ്ഞ ആരംഭിക്കുന്നത് എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്നു. ഇനി ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. നോക്കിയേ, ദേശീയം എന്ന് പറയുമ്പോൾ ഭാരതം ഓർക്കണം, ഭാരതനാട്യം എന്ന് ഓർക്കുക. തീരുകയാണ്, ശ്രദ്ധിച്ചോളുക, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ശ്രദ്ധിക്ക്. നാട്യശാസ്ത്രത്തിൽ അടിസ്ഥാനമായുള്ള മുഖ്യ നൃത്തരൂപമായ ഭരതനാട്യം തമിഴ്നാട്ടിലാണ് ഉത്ഭവിച്ചത്. നമുക്കറിയാം, ഭരതമുനി. ഓക്കെ, നാട്യശാസ്ത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതുപോലെ തമിഴ്നാട്ടിലാണിത് ഉത്ഭവിക്കുന്നത്. ഭരതനാട്യത്തിന്റെ ആദ്യകാല നാമം ദാസിയാട്ടം. എക്സാമിന് പ്രീവിയസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദാസിയാട്ടം ഭരതനാട്യം, അതായത് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമായ ഭരതനാട്യം അല്ലെങ്കിൽ പണ്ടറിയപ്പെട്ട പേര് ദാസിയാട്ടം എന്നാണ്. തമിഴ്നാട്ടിലാണിത് ഉത്ഭവിച്ചത്. ഇനി ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. അതിന്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണവുമാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ലാസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചലിക്കുന്ന കാവ്യം എന്ന് ചോദിച്ചാൽ ഭരതനാട്യമാണ്. അതിന് അടിസ്ഥാനമായ ഗ്രന്ഥം ചോദിച്ചാൽ അഭിനയ ദർപ്പണമാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ചലിക്കുന്ന ശില്പം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ശില്പം ഒടിഞ്ഞു പോയെന്ന് ഓർക്കുക. എന്താണ്? ഒഡീസി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ 10 മാർക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ദേശീയ ചിഹ്നങ്ങൾ. അവിടെ നിന്നും പ്രധാനമായി ദേശീയ ഗീതം, ഗാനം, പതാക, മുദ്ര, അങ്ങനെ മൃഗം, പക്ഷി തുടങ്ങി നമ്മുടെ കേരളത്തിന്റെ വരെയുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്ത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക, നിങ്ങൾ റിവിഷൻ ചെയ്യുക. എക്സാം 28 മുതൽ തുടങ്ങുകയാണ്. ഓൾറെഡി ബാക്കിയുള്ള എക്സാമുകളുടെ ഡേറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള എക്സാമുകളുടെ ഹോൾ ടിക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സോ പ്രിലിംസ് ബേസ് ചെയ്തിട്ട് ഈ ടോപ്പിക്ക് വളരെ മസ്റ്റ് ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സ്പീഡ് കുറച്ചുകൂടി സമയം കുറവുള്ളവർ സ്പീഡിലിട്ട് കണ്ടാലും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് ഒരു തവണ ഇത് കേട്ടിട്ട് പോവുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഓക്കെ, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ എല്ലാവിധ ആശംസകളും. ധൈര്യമായിട്ട് ആത്മവിശ്വാസത്തോടെ എന്ത് ചെയ്യുക, പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, സീ യു ഗൈസ്.